ഹേ ഗൈസ്, കുറച്ച് നാളായാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കൊരു വീഡിയോ ഇടാം. ഈ കഥയിലെ ഹീറോ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട. ഇനി ഇവിടുന്ന് കഥ തുടങ്ങാം. നമ്മൾ കാണിക്കുന്ന ഹീറോക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഡഞ്ചൻ ബേസ് കഥയായത്. ഈ ഡഞ്ചനിലോട്ട് പോകണമെന്ന്. അതിന് കുറേ പൈസ വേണം. അതിനാൽ അവൻ്റെ അടുത്ത് കായൊന്നുമില്ല എന്ന് അവൻ മനസ്സിലാക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അവൻ നല്ല സാധനം വാങ്ങുമ്പോൾ ബാക്കിൽ എന്തോ ഒരു സംഭവം കണ്ട് ഡഞ്ചൻ ഓപ്പൺ ആവുമെന്ന് അവൻ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ആ ഡഞ്ചൻ്റെ കണ്ട് തിരിഞ്ഞു നോക്കുന്നു അവൻ. അപ്പോൾ അവനക്ക് മനസ്സിലാവുന്നത് ഒരു ഡഞ്ചനാണെന്ന്. അങ്ങനെ അവനാണ്ട് ചെല്ലാൻ നിൽക്കുമ്പോഴാണ് അവനക്ക് നല്ല ഹാപ്പിയായി. അവനാണ്ട് ചെല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അവനത് ഉഫ്സൂഷ് എന്നും പറഞ്ഞ് അത് അടയാൻ പോകുന്നു. അപ്പോൾ തന്നെ നോ നോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ആണ്ട് ചെല്ലുന്നു. പെട്ടെന്ന് അവനാണ്ട് ചാടുന്നു. പെട്ടെന്ന് അവൻ ചിന്തിക്കുന്നു, ഞാൻ ആണ്ട് എത്തിയോന്ന്. പെട്ടെന്ന് അവൻ കണ്ണ് തുറക്കുമ്പോൾ അവൻ ആണ്ട് എത്തിയെന്ന് അവനക്ക് മനസ്സിലാവുന്നു. അവനക്ക് നല്ല സന്തോഷമാകുന്നു. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് കഥയിലൊരു ചെറിയ പ്ലോട്ട് പറഞ്ഞുതരാം. ഇവൻ്റെ അടുത്ത് തീരെ പൈസ ഒന്നും ഇല്ലാത്തൊരു പാവം ചെറുക്കനാണ്. അപ്പോൾ ഇവനക്ക് ഈ ഡഞ്ചൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുള്ളൊരു ചെറുക്കനായതുകൊണ്ടാണ് ഇവൻ ഈ ഡഞ്ചൻ്റെ ഉള്ളിലേക്ക് വേഗം ചാടിയത്. പക്ഷെ അവൻ ചാടിയ സ്ഥലത്ത് ഒരു കുഴിയായിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്കിപ്പോൾ നല്ല സങ്കടമുണ്ട്. അപ്പം കഥയ്ക്ക് തന്നെ വരാം. അവൻ ചാടിയ സ്ഥലത്ത് വലിയൊരു കുഴിയായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് അവൻ നെട്ടുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഫോണിൽ നിന്ന് അലാം അടിക്കുന്നു. അപ്പോൾ അവൻ അതൊക്കെ എടുത്തു വെച്ച് അവനക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് ആവശ്യ കണക്കിന് യൂസ് ചെയ്തെടുക്കാമെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കുന്നു. അവനടുത്തുള്ളൊരു ആപ്പിളും ഒരു സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നു. അവനക്ക് ആ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ രുചി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ ആ ഫുഡൊക്കെ കഴിച്ചവിടെ എടുക്കുന്നു. ഇനി അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് അവൻ ചിന്തിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്തുള്ള ഫുഡൊക്കെ ആകെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവനക്കൊരു ആശയം തോന്നുന്നു. അതായത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കുഴിച്ചിട്ടാൽ പോരെ എന്ന് അവൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അവനക്ക് സന്തോഷമായി അവൻ്റെ ആപ്പിൾ കുഴിച്ചിടാമെന്ന് ചിന്തിക്കുന്നു. പിന്നെ അവൻ്റെ അടുത്തുള്ള ഒനിയൻ ലീഫ് അവൻ കുഴിച്ചിടാമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അത് രണ്ടും അവൻ കുഴിച്ചിടുന്നു. അവനക്ക് പിന്നീട് അവൻ ഗുഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് അവനക്ക് നല്ല സന്തോഷമാകുന്നു. ഇത് വളരുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു, വേഗം വളരുന്നുണ്ടോ എന്ന്. അപ്പോൾ അവനക്ക് പെട്ടെന്ന് എന്തോ ഒരു ഹൊററായി ഫീൽ ചെയ്തു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ആവശ്യത്തിൽ നോക്കിയപ്പോൾ ബ്ലൂ മൂണായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്കെയറിയായി പേടിക്കുന്നു. അങ്ങനെ അവൻ അവിടെ കിടന്ന് തലയിൽ കൈ വെച്ച് അവൻ പൊത്തി പിടിക്കുന്നു. അത്രമാത്രം ശബ്ദമായിരുന്നു. പെട്ടെന്ന് അതിലൂടെ ഡ്രാഗൺ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കാണുന്നത്. അത് കണ്ട് അവൻക്ക് അത്ഭുതമാകുന്നു. ഇനി അവൻ പേടിക്കുകയാണ്. എനിക്കെന്തേലും പറ്റുമോ എന്ന് ചിന്തിച്ച് അവൻ അവിടെ കിടന്നുറങ്ങി പോവുകയാണ്. പിന്നീട് അലാം അടിക്കുമ്പോഴാണ് അവൻ നീക്കുന്നത്. അങ്ങനെ അലാമിൽ 6 മണിയായെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അത്ഭുതപ്പെടുന്നു. എന്താ അവിടെ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഊരക്ക് നല്ല വേദന ഉണ്ടെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവനക്ക് എന്തൊക്കെ സങ്കടം തോന്നുന്നു. ഇന്നലെ എന്താ ഉണ്ടായിന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ഒനിയനൊക്കെ വലുതായത് കണ്ട് അവൻ നെട്ടുന്നു. കാരണം ഇത്രയും പെട്ടെന്ന് ഒനിയനൊന്നും വലുതാവില്ലല്ലോ. അപ്പോൾ അവൻ കണ്ട് ഒനിയൻ്റെ ആ തണ്ടൊക്കെ വലുതായത് കണ്ടിട്ട് അവൻ അത്ഭുതപ്പെടുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് അവൻ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വേൾഡ് വേറൊരു വേൾഡ് അല്ല. അപ്പോൾ ഇത് ആലോചിച്ച് അവനിരിക്കുന്നു. ഈ ലോകത്ത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് അവൻ ആപ്പിൾ സീഡിലോട്ട് നോക്കുന്നു. അവിടെ ചെറുതായൊക്കെ വളർന്നിട്ടുണ്ടെന്ന് അവനക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അതും കണ്ട് അവൻ ഹാപ്പി ആകുന്നു. അങ്ങനെ ആ ഒനിയൻ ലീഫൊക്കെ അവൻ മുറിച്ചെടുക്കുന്നു. അങ്ങനെ ആ ഒനിയൻ്റെ തണ്ടൊക്കെ അവൻ എടുത്ത് കഴിക്കുന്നു. പെട്ടെന്ന് ആ ഒനിയൻ്റെ തണ്ട് അവൻ കഴിച്ചപ്പോൾ അവനക്ക് നല്ല എരി തോന്നുന്നു. അത്രമാത്രോളം സ്പൈസിയാണ് അവൻ കഴിച്ചതെന്ന് മനസ്സിലായി അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൻ വേഗം വെള്ളത്തിൽ പോയി തലയിടുന്നു. വെള്ളമൊക്കെ നല്ല തണുത്തതായിരുന്നു. അപ്പോൾ അവനക്ക് നല്ല പൊള്ളിയെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവൻ ഇതാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒനിയൻ ലീഫ് അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ കയ്യിലുള്ളത് ഒരു തക്കാളിയാണ്. അത് ആകാശത്തിലോട്ട് വെച്ച് നോക്കുന്നു. പെട്ടെന്ന് അവൻ ചിന്തിക്കുന്നത് ആ ബ്ലൂ മൂണിനെ കുറിച്ചാണ്. അങ്ങനെ അവൻ മനസ്സിലാക്കുന്നു, ഇത് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതിൽ നമ്മൾ ഇനിയും മനസ്സിലാക്കാനുണ്ടെന്ന് ചിന്തിച്ച് അവൻ അവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഡ്രാഗണേയും കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. ഡ്രാഗൺ എന്താ ഇങ്ങനെ, ഇതെന്ത് ജീവിയാണ് എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് എന്തൊക്കെയോ അവൻ്റെ കണ്ണിലോട്ട് വരുന്നു. അതൊന്നും അവനക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ എന്ന് ചിന്തിച്ച് പെട്ടെന്നൊരു ബ്ലാക്ക് പെണ്ണ് വരുന്നു. അപ്പോൾ അവനക്ക് ചെറുതായി തോട്ട് വരുന്നു. ഇത് മറ്റേ എന്ത് ഇത് മറ്റേ ഇതല്ലേ, എന്തിതല്ലേ എന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു.
അപ്പോൾ മനസ്സിലായി ഈ ഡഞ്ചിൻ്റെ ഉള്ളിൽ യുദ്ധം ചെയ്യുന്നവരുടെ ആൾക്കാരാണ് ഇതെന്നും. അങ്ങനെ ഈ ഡഞ്ചിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ അവൻ പഠിച്ചിരുന്നു. ഇവൻ്റെ ആഗ്രഹം ഡഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നല്ലേ. അങ്ങനെ അവൻ പഠിച്ചെടുത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇനി വരുന്നതും എന്നെ ആക്രമിക്കാൻ വരുമെന്ന് ചിന്തിച്ച് അവൻ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ കെടുക്കാൻ തുടങ്ങുന്നു അതൊക്കെ ചിന്തിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ നടൻ അതൊക്കെ ചിന്തിച്ച് കിടക്കുന്നു. മേ ബി വന്നാലോ എന്ന് ചിന്തിച്ച് അവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവനക്ക് എന്തോ തലയിലോട്ടൊരു വെള്ളം മുറ്റുന്ന പോലെ തോന്നിയിരുന്നു. അപ്പോൾ അവനത് നീട്ടി നോക്കി. അപ്പോൾ അവൻ്റെ കയ്യിൽ ആ വെള്ളമായിട്ടുണ്ട്. പെട്ടെന്നാണ്ട് നോക്കുമ്പോൾ ഒരു ബണ്ണിയെ കാണുന്നു, ഒരു മുയലിനെ. അങ്ങനെ ആ മുയൽ അവൻ്റെ തലയെ ചാടിയാണ്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ എനിക്ക് തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവനത് പറിച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്നും പറഞ്ഞ് അവൻ നിൽക്കുന്നു. അങ്ങനെ അവൻ അതും ആ ബണ്ണിയും അവനും അത് കടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ആ ബണ്ണി പറയുന്നതൊക്കെ നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അവനക്ക് സംസാരിക്കാൻ പറ്റും, ബണ്ണിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് കേട്ട് അവൻ അത്ഭുതപ്പെടുന്നു. പെട്ടെന്ന് മറ്റൊരു ബണ്ണിയും കൂടി വരുന്നു. അപ്പോൾ ഈ രണ്ട് ബണ്ണികളും കപ്പിൾസ് ആണെന്ന് അവനക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആ ബണ്ണിയാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യട്ടെ എന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ എന്തോ ചിരിച്ചുകൊണ്ട് ചിന്തിക്കുന്നു, ഇനിയിപ്പോൾ ഇവനെ വർക്ക് ചെയ്യിപ്പിച്ചണോ എന്നൊക്കെ അവൻ ചിന്തിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ തീരുമാനിക്കുന്നു, വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാമെന്നും പറയുന്നു. അങ്ങനെ അവർക്ക് ആ ബണ്ണിക്ക് ആ അനുവാദം കൊടുക്കുന്നു. ആ ബണ്ണിയാൾ അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ട് അവർക്ക് നല്ല സന്തോഷമാവുന്നു. ഇനി ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്തിപ്പിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിച്ച് അവൻ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ ഇരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു ഇന്നലെ നടന്ന ബ്ലാക്ക് ഡ്രാഗണിനെ കുറിച്ച്. അതൊക്കെ വേഗം മാറിക്കൊണ്ട് ആ ബണ്ണി അവൻ്റെ അടുത്ത് വന്ന് കാലിൽ പിടിക്കുന്നു. അങ്ങനെ ഇനിയും എനിക്ക് വർക്ക് ചെയ്യണം, എൻ്റെ ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യട്ടെ എന്ന് ആ ബണ്ണിയാൾ ക്യൂട്ടായി ചോദിക്കുന്നു. ഇത് അവർക്ക് എന്തോ നല്ലൊരു സന്തോഷം തോന്നുന്നു അവൻ്റെ കണ്ണിലൊക്കെ നോക്കിയപ്പോൾ. നമ്മുടെ നടൻ അതും ചിന്തിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ മേത്തിലോട്ടാണ് ചാടുന്നു. അങ്ങനെ അവൻ രണ്ടുപേരും മേത്തിലോട്ട് ചാടുക എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റെപ്പ് പോകുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുകയാണ്. അതിനുള്ള സമ്മതം അവൻ കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് സന്തോഷമാകുന്നു ആ ബണ്ണികൾക്ക്. അങ്ങനെ ബണ്ണികൾക്ക് നല്ല സന്തോഷമായി എന്ന് ചിന്തിച്ച് അവനവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബണ്ണികൾക്കല്ല സന്തോഷിക്കണേ. അപ്പോൾ നാളെ ഈ പുതിയൊരു വീഡിയോയുമായി കാണാം. ബായ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ ഇനി മുതൽ ഇതേമാതിരി ലെങ്ത്തുള്ള വീഡിയോസ് ഇടാൻ നോക്കാം. പക്ഷെ ഇതിൻ്റെ ബാക്കി പ്രത്യേകിച്ചൊന്നും പറയാൻ ഞാൻ നാളെ ഇതിൻ്റെ ബാക്കി മാങ്ക എക്സ്പ്ലനേഷനുമായി വരാം. പക്ഷേ ഞാൻ ഇതിൽ ആനിമേ മോജ എന്ന് പേരിട്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇതിൽ ആനിമേ കണ്ടന്റ് മാത്രം ചെയ്യുന്നു, എല്ലാ മാനുവ കണ്ടന്റ് ഞാൻ ചെയ്യുന്നു. ഇതിപ്പോൾ ഞാൻ മാനുവ ചെയ്താണ്. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ മാനുവയും ആനിമയും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആനിമേ മോജ സൈൻ ഔട്ട് ചെയ്യുന്നു. ബൈ ബൈ.